നമ്മളിന്ന് വന്നിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്. ലാവിഷായിട്ട് കളിക്കാനുള്ള സ്ഥലമുണ്ട്. ആൾക്കാരൊക്കെ നല്ല എൻജോയ് ചെയ്യാണ്. നമ്മൾ വെയിൽ നോക്കി വന്നതാണ്, പക്ഷെ പെട്ടെന്ന് മഴക്കോള് വന്നു. ഇതാണ് ഇവിടുത്തെ കാലാവസ്ഥ. മനുഷ്യന്റെ മനസ്സ് മാറുന്ന പോലെ എന്ന് പറയും. മൊമെന്ററി ആണ് ഇവിടുത്തെ കാലാവസ്ഥ. പെട്ടെന്ന് മഴ പെയ്യും. മഴയൊന്ന് ചിലപ്പോൾ ഒരു മിനിറ്റ് മഴ പെയ്യും, മഴ പെട്ടെന്ന് മാറും. അതാണ് ഇവിടുത്തെ ഒരു കാലാവസ്ഥ. ഇവിടുത്തെ പിള്ളേർ സെറ്റിൻ്റെ ഒരു പ്രധാന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറേ അലവരാതി സ്വഭാവവും കുറേ ലഹരിയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ തന്നെ ഇൻസ്പിറേറ്റ് ചെയ്ത് എൻകറേജ് ചെയ്ത് ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ സ്പോർട്സിലേക്കൊക്കെ തിരിച്ചു വിടാറുണ്ട്. അപ്പോൾ ഇത് അതിന് പറ്റിയൊരു സ്ഥലമാണ്. ഇതിൻ്റെ പേര് അറിയാമെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. എനിക്കിതിൻ്റെ പേരറിയില്ല. അല്ലേ, മൊത്തത്തിൽ ഒരു ഗോൾ പോസ്റ്റ് അല്ല, മൊത്തത്തിൽ 1, 2, 3, 4, 5, 6 ഗോൾ പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് എവിടെ വേണമെങ്കിലും ഗോൾ അടിച്ചാൽ മതിയെന്ന് തോന്നുന്നു. നമ്മൾ ഇന്ത്യക്കാർക്ക് കബഡിയും ഹോക്കിയും ഒക്കെ പോലെ ഇവർക്ക് ഇവരുടെ രാജ്യത്ത് ഡെവലപ്പ് ചെയ്തെടുത്ത 2 കളികളാണ്. നമുക്ക് മലയാളികൾക്ക് ഒട്ടും പരിചിതമില്ലാത്ത 2 ടൈപ്പ് സ്പോർട്സ് ഇവിടെ ഉണ്ട്. ഹർലിംഗ് എന്നും പറയും. അത് നമ്മൾ ഹോക്കി കളിക്കുന്നത് പോലെ ഇവർ മറ്റൊരു രീതിയിൽ കളിക്കുന്ന മറ്റൊരു സ്റ്റിക്ക് വെച്ച് കളിക്കുന്നതാണ് ഹർലിംഗ്. അതുപോലെ തന്നെ GAA, അതൊരു ടൈപ്പ് ഫുട്ബോളാണ്. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ഒരു 10 വയസ്സ് മുതൽ 16 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സ് വരെയുള്ള യുവാക്കളുടെ ആക്രമണ രീതികളെ പറ്റിയും അത് നമ്മൾ പ്രത്യേകിച്ച് ഇന്ത്യക്കാരെയും ഏഷ്യക്കാരെയും ഒക്കെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളെ പറ്റിയാണ്. അയർലൻഡിലെ കുട്ടികളോടുള്ള പൊതുവെയുള്ള സമീപനം തന്നെ വീട്ടിൽ വെച്ച് മുതൽ അവരെ നമ്മൾ അടിക്കാൻ പാടില്ല. അതുപോലെ പോലീസാണെങ്കിലും ഇവിടെ ഗാർഡ എന്നാണ് പറയുന്നത്. അവരെ അമിതമായ നിയമക്കുരുക്കിൽപ്പെടുത്താനോ ശിക്ഷ നൽകാനോ ഒന്നും പാടില്ല എന്നുള്ളതാണ് നിയമം. പലപ്പോഴും ഈ നിയമത്തിൻ്റെ ആനുകൂല്യം അവർ മുതലെടുക്കുന്നതായിട്ട് നമുക്ക് പൊതുസ്ഥലങ്ങളിലൊക്കെ വെച്ച് കാണാൻ പറ്റും. ഐറിഷ് ടുഡേയുടെ പുതിയ വീഡിയോയിൽ നമ്മൾ ഈ വിഷയത്തോടൊപ്പം തന്നെ നമ്മളിന്ന് ഹെർബർട്ട് പാർക്കിലാണ് എത്തിയിരിക്കുന്നത്. ഡബ്ലിനിലെ ഒരു പാർക്കാണ്. ഇവിടെ ഇപ്പോൾ സമ്മർ ടൈമൊക്കെ ആകുന്നതോടുകൂടി തന്നെ കുറേ ആൾക്കാർ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ വിശേഷങ്ങൾ കൂടി നമ്മൾക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. നോക്കുമ്പം കണ്ടില്ലേ, ആൾക്കാർ പട്ടികളെയൊക്കെ ഇങ്ങനെ കളിപ്പിക്കുകയാണ്. ഇപ്പം ഇവിടെയൊക്കെ ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാലും നമുക്കിങ്ങനെ പട്ടികളെയൊക്കെ കളിപ്പിക്കാനുള്ള സാധനങ്ങൾ, പട്ടിക്ക് ബോൾ എറിഞ്ഞു കൊടുക്കാനുള്ള സാധനങ്ങൾ, ഇതൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഇതിപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു ഇലയില്ലാത്ത ഒരു മരമാണ്. അപ്പം ഇതുപോലെ ആയിരുന്നു ഈ സമ്മറിൽ മൊത്തം ഈ മരങ്ങളെല്ലാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു 5-8 മാസം ഈ മരങ്ങളൊക്കെ ഊർജ്ജമെല്ലാം ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇലകളൊക്കെ തന്നെ തളിർത്ത് ഇങ്ങനെ വരികയാണ്. കണ്ടില്ലേ, ഇപ്പം ഇവിടെ ഫുള്ള് ഇങ്ങനെ പച്ചപ്പായി വരുന്നുണ്ട്. അയർലൻഡിലെ കുറച്ച് അപ്പച്ചന്മാരും അമ്മച്ചിമാരും ചേർന്ന് നമ്മൾ ഗോൾഫ് പോലെ കളിക്കുന്ന ഒരു കളിയാണ് അവരിവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടിട്ട് നമ്മുടെ ഒരു വലിയ ഹാമർ, അതായത് തടി കൊണ്ടുള്ള ഒരു വലിയ ഹാമർ വെച്ചിട്ടാണ് ഇവർ ഇത് ചെയ്യുന്നത്. ഞങ്ങളിത് കുറച്ച് നേരം കണ്ടു നിന്നു. ഇവിടുത്തെ പ്രായമുള്ള ആൾക്കാരൊക്കെ ഏകദേശം നല്ല രീതിയിൽ അവർ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരാണെന്ന് പറയും. ഒരു 90-നും 100-നും ഇടയിലുള്ള ആൾക്കാരൊക്കെ ഇതുപോലെ ആക്റ്റീവായിട്ട് ഓരോ സ്പോർട്സിലും അതുപോലെ വാക്കിങ്ങിലും ജോഗിങ്ങിലും ഒക്കെ ഏർപ്പെടുന്നത് ഇവിടുത്തെ ഒരു സ്ഥിരം കാഴ്ചയാണ്. ഹോസ്പിറ്റലിൽ വെച്ച് പരിചയപ്പെട്ട ഒരു 99-കാരൻ അപ്പച്ചനോട് ഈ ആരോഗ്യത്തിൻ്റെ രഹസ്യം എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഇവരുടെ ഭക്ഷണത്തിലൊന്നും അധികം മസാല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കാതുള്ള ഭക്ഷണവും പ്രോപ്പറായിട്ടുള്ള ഭക്ഷണവും സ്ഥിരമായിട്ടുള്ള എക്സസൈസും ഒക്കെ തന്നെയാണ് ഇവരുടെ ഈ ആരോഗ്യത്തിൻ്റെ രഹസ്യം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ നാട്ടിലെ അരളിപ്പൂക്കൾ പോലുള്ള ഒരു മരമാണ്. അപ്പോൾ അങ്ങനെ ഇനിയും അലൈനമൊക്കെ ഇവിടെ ഒരു പാർക്കിൽ കളിക്കണം.
കുറേ കുട്ടികളുണ്ട്. അപ്പം നമ്മൾ ഇവിടെ പാർക്കിലൊന്ന് കളിക്കാൻ. പട്ടിയെ ഇഷ്ടമാണോ? അല്ല, നമുക്ക് ഒട്ടും പേടിയില്ലാത്തൊരു സാധനമാണ് പട്ടി. അയർലൻഡിലെ കുട്ടികളിൽ നിന്നും ചെറുപ്പക്കാരിൽ നിന്നും ഒക്കെ എനിക്കും എൻ്റെ സുഹൃത്തുക്കൾക്കുമൊക്കെ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഇവിടുത്തെ നമ്മുടെ മെട്രോയ്ക്ക് തുല്യമായ ലുവാസിൽ നിന്നാണ് എനിക്ക് മോശം അനുഭവം ഉണ്ടായെങ്കിൽ എൻ്റെ സുഹൃത്തിന് അദ്ദേഹം നടന്നു പോകുമ്പോൾ, ഒരു സന്ധ്യാസമയത്ത് നടന്നു പോകുമ്പോൾ പുറകിൽ നിന്ന് സൈക്കിളിൽ വന്ന് ചവിട്ടിയിട്ട് പോവുകയാണ് ചെയ്തത്. കൂടുതലും ആണുങ്ങൾക്ക് നേരെയാണ് കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. എൻ്റെ ഒരു കസിൻ സുഹൃത്തിൻ്റെ ഒരു രസകരമായ അനുഭവം എന്ന് പറഞ്ഞാൽ, അവർ കുറച്ച് പെണ്ണുങ്ങൾ ചേർന്ന് രാത്രി 12 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ അവർ കൂടെ ഒരു ആൺപയ്യനാണുള്ളത്. അവനെ വീട്ടിലാക്കിയിട്ട് പെൺകുട്ടികൾ സേഫായിട്ട് റോഡിൽ കൂടി നടന്നു പോകും. ഇത് നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചാണെങ്കിലും ഇവിടെ കുറച്ചുകൂടെ സെക്യൂരിറ്റി ഗേൾസിനാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിജനമായ വഴികൾ, പ്രത്യേകിച്ച് രാത്രിയിൽ വിജനമായ വഴികൾ ഒഴിവാക്കേണ്ടതാണ്. കൂടുതൽ ആൾക്കാരുള്ള സിറ്റി സ്ഥലത്തു കൂടി തന്നെ നമ്മൾ യാത്ര ചെയ്യുന്നത് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് സഹായിക്കും. വേൾഡ് പീസ് ഇൻഡെക്സിൽ വളരെ മുൻപിലുള്ള അയർലൻഡിൽ ഇങ്ങനെയുള്ള ഇടയ്ക്കൊക്കെയുള്ള പ്രശ്നങ്ങൾ ഒഴിച്ചാൽ, വലിയ ഈ ഗൺ ഷൂട്ട് അതുപോലെയുള്ള മറ്റ് യൂറോപ്യൻ കൺട്രീസിലുള്ളതുപോലെയുള്ള പ്രശ്നങ്ങൾ താരതമ്യേന കുറവാണെന്ന് പറയാം. നമ്മുടെ ഫോണ് അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ ഒക്കെ നമ്മളൊന്ന് കെയർഫുൾ ആയിരിക്കേണ്ടത് എന്നാൽ വളരെ അത്യാവശ്യമാണ്. ഇത്തരക്കാർക്കെതിരെ പ്രത്യേകിച്ച് കുട്ടികൾക്കെതിരെ വലിയ നിയമ നടപടികൾ ഉണ്ടാവാത്തത് കാരണം നമുക്ക് ഇവരെ ചോദ്യം ചെയ്യാനോ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടാനോ ഒന്നും പോയിട്ട് വലിയ പ്രയോജനം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ നമ്മൾ പരാതിപ്പെട്ടാൽ ഇതുപോലെ ലുവാസിലും, അതായത് നമ്മുടെ മെട്രോ പോലുള്ള ലുവാസിലൊക്കെ നമുക്ക് എമർജൻസി ആയിട്ട് വിളിക്കേണ്ട നമ്പർ, നമ്മൾ എന്തെങ്കിലും മോശമായ അനുഭവം നേരിട്ടാൽ വിളിക്കേണ്ട നമ്പർ, അത് സ്റ്റേഷനിലും മെട്രോയുടെ അകത്തും ഒക്കെ അവർ നമ്പരൊക്കെ സഹിതം വെച്ചിട്ടുണ്ട്. അവർ വന്ന് അവർ വേണ്ട രീതിയിൽ അന്വേഷിക്കും എന്നൊക്കെയുള്ള ഒരു തോന്നലുണ്ടാക്കി പോകും എന്നല്ലാതെ വലിയ നടപടികൾ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. ഈ ഹെബർട്ട് പാർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഒരു ലൈക്കും കമൻറ്റും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം. ബൈ ഫ്രം ഐറിഷ് ടുഡേ. താങ്ക് യു.